ലിവിംഗ് ടുഗദർ കപ്പിൾസിന് ആശ്വാസവതിയുമായാണ് അലഹബാദ് ഹൈക്കോടതി രംഗത്തെത്തുന്നത്. നമുക്കറിയാം എങ്ങനെ നോക്കുകയാണെന്ന് പറയുന്നത്. ഇതൊക്കെ പ്രായോഗികമാണോ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഒരു വിവാഹിതയായിട്ടുള്ള ഒരു പുരുഷനും സ്ത്രീയും അതോടൊപ്പം തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് ലിവിംഗ് ടുഗദറിലാകാം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു അവിഹിതങ്ങളെ ലീഗലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതിനെ അവർ അവിഹിതമായി കാണുമ്പോഴല്ലേ വിഷയം വരുന്നുള്ളൂ. അവിഹിതമായി അതിനെ കാണുന്നില്ല. പണ്ടൊരിക്കൽ ഈ ലിവിംഗ് ടുഗദറുമായി ബന്ധപ്പെട്ടിട്ട് അല്ല, ഏതെങ്കിലും ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് കിടക്കുന്ന പങ്കിടുന്നതിനെ അനുകൂലിക്കുമോ? ഇത് അങ്ങനെയല്ല വിഷയം കേട്ടോ. ഇത് ആ രീതിയിൽ അതിനെ കാണണ്ട. ഇത് അങ്ങനെയൊക്കെ പോയി ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ല, അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ അനുകൂലിക്കുമോ? 95% സ്ത്രീകളും അങ്ങനെ അനുകൂലിക്കുമോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ തന്റെ ഭാര്യ മറ്റൊരു കോടതി കണ്ടെത്തിയ ന്യായം എന്ന് പറയുന്നത് ഇത് സാമൂഹിക ധാർമ്മികതയെ മുന്നിൽ നിർത്തിയല്ല കോടതി ഇത്തരം വിധികൾ മുന്നോട്ട് വെക്കുന്നത്. അതല്ല, പൗരന്മാരുടെ അവകാശങ്ങളാണ്. അതെപ്പോഴും അങ്ങനെ കോടതി അങ്ങനെ കാണത്തുള്ളൂ. കോടതിയെ നയിക്കുന്നത് അതായത് സദാചാരം വിളമ്പാനാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കോടതിയില്ല. അല്ല, കോടതി നയിക്കുന്നത് മൈത്രേനെ പോലുള്ള വ്യക്തികളാണ്. അതാ പറഞ്ഞത്. സദാചാരം നയിക്കാനാണെങ്കിൽ സദാചാരക്കാരുണ്ടല്ലോ. ഇപ്പോൾ റോഡിൽ ഒരു വാഹനം കടന്നാൽ അതിനകത്തോട്ട് പിന്നെ ആണും പെണ്ണുമാണോ ഇരിക്കുന്നത്, അവരെന്താ ചെയ്യുന്നതെന്ന് എത്തി നോക്കുന്ന സദാചാരവാദികൾക്ക് ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കാൻ പറ്റും. പക്ഷെ കോടതിക്ക് അത് പറ്റത്തില്ല. കോടതി കണ്ടത് ഒരു പൗരന്റെ അവകാശം. അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന എന്തിനാ അവർ താമസിക്കുന്നത്, അവിടെ ചെന്ന് ഇടിച്ച് കയറുക, അവരവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതി ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിന് ഈ പറയുന്ന മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരെ പരസ്യപ്പെടുത്തുന്നത്? അല്ല, ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒരാണും പെണ്ണും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ മറ്റു വഴികളില്ലല്ലോ. കാരണം ഇത് ലീഗലാണല്ലോ. മറ്റു സ്ത്രീയുമായിട്ട് ലിവിംഗ് ടുഗദറിലാകാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ ചെന്നപ്പോഴില്ലേ അങ്ങനെ വിധി കോടതിക്ക് പറയേണ്ടി വന്നത്. അവിടെ ഈ ധാർമ്മികതയുടെ പിന്നെ അവകാശവും പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു കോടതി പോയത്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഈ സ്ത്രീയോടൊത്ത് ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ സ്ത്രീക്കും സമ്മതമാണ്. സമ്മതമാണ്. പിന്നെ ആർക്കാ പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്. സദാചാരം അതാണ് കോടതി പറഞ്ഞത്. വളരെ ചുരുങ്ങിയ കേസുകൾ കോടതി അത് തന്നെ പറഞ്ഞത്. വളരെ ചുരുങ്ങിയ കേസുകളിലല്ലേ അതുപോലെ വരും. പറയുന്നത് എല്ലാവരും ഇവിടെ ലിവിംഗ് ടുഗദർ അല്ലല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചെയ്തോട്ടെ. അതിനെന്തിനാ തടസ്സപ്പെടുത്താൻ നടക്കുന്നത്? അത് തടസ്സപ്പെടുത്താൻ നടക്കുന്നവരുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ റോഡിൽ ഒരു വാഹനം കടത്താൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്. അല്ലെങ്കിൽ ഒരു കുറ്റിക്കാട്ടിൽ രണ്ടുപേർ ഇരിക്കുന്ന കണ്ട, അല്ലെങ്കിൽ ഒരു പാർക്കിൽ രണ്ടുപേർ ഇരിക്കുന്ന കണ്ട, അവിടെ നിന്ന് മാറാതെ മൊബൈൽ ക്യാമറ നടക്കുന്ന ടീമുകളുണ്ട് ഇപ്പോഴും. അല്ല, ഈ ലിവിംഗ് ടുഗദറിൽ തുടരേണ്ട വ്യക്തികൾ എന്തിനാണ് ആദ്യം വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കുന്നതോ? ആ വിവാഹം കഴിച്ചു, ആ വിവാഹത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു, അവരോടൊപ്പം ഒന്ന് ചെയ്ത് ഒരു രാത്രി കഴിയുന്നതിനോ അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കുന്നത് കുഴപ്പമെന്തോ? അത് എനിക്ക് തോന്നുന്നില്ല മിക്ക സ്ത്രീകളും അതിനെ അനുവദിക്കും. അതാ സ്ത്രീകൾ അറിയുമ്പോഴല്ലേ വിഷയം വരുന്നത്. ആ സ്ത്രീകൾ അറിയുമ്പോൾ അത് നോർമലി പ്രോബ്ലം ആവുകയല്ലേ. ഇത് നേരെ എങ്ങനെ അറിയുന്നത്? എങ്ങനെ? ഒരു പക്ഷെ പല വഴികളുണ്ടല്ലോ. ഈ വഴികളാണ് എത്തിനോട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരുമിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കും. ഒരുമിച്ച് ഒരു ആണും പെണ്ണോട് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവര് ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടുന്നില്ലായിരിക്കും. അവര് ചിലപ്പോൾ റൂം ഷെയർ ചെയ്തായിരിക്കും. ഒരു നഗരത്തിലൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. ഇത് പ്രായോഗികമാണോ? പ്രായോഗികമായതുകൊണ്ടാണല്ലോ ഇത് കേസിനകത്ത് കോടതികൾ ഇടപെട്ടത്. അവിടെ സദാചാരക്കാർ എത്തി നോക്കിയപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലൊന്നും ഈ ഒരു വിധിയൊന്നും ഒട്ടും പ്രായോഗികമായിരിക്കില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ എത്ര ലിവിംഗ് ടുഗദർ ആൾക്കാരുണ്ട്? അതെല്ലാം ഇതൊരു 10 കൊല്ലം മുമ്പ് ഇവിടെ ഒരു പ്രമുഖ ചാനലിൽ ചർച്ച നടന്നപ്പോൾ ഞാൻ പോയതാ. അന്ന് ഞാൻ ഇതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ അന്ന് ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിച്ചവർ എന്നെ എടുത്തിട്ട് അലക്കി അതിനകത്തിട്ട്. പക്ഷെ അന്ന് ലിവിംഗ് ടുഗദർ ആയിരുന്നവർ ഇന്ന് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അതേ വ്യക്തികൾ തന്നെ ഇന്ന് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തില് ഒരു താലൂക്കിൽ എടുത്തു വെച്ച് വയ്ക്കാൻ ഒരു 100 വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 80% ഇപ്പൊ ഡിവോഴ്സ് ആണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നിങ്ങളിവിടുത്തെ ലിവിംഗ് അത് പോയി അവിടെ തീർന്ന വിഷയം. ഇപ്പൊ ഒരുമിച്ച് രണ്ടുപേരോട് താമസിച്ചു, നാളെ നിങ്ങൾ ഡിസ്പ്യൂട്ട് അവരെപ്പോഴേ കളഞ്ഞിട്ട് അവർ പോകും. വിഷയങ്ങളൊന്നുമില്ല, തലയിലാവുന്ന വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ ഡിവോഴ്സ് രംഗത്ത് നിൽക്കുമ്പോൾ ഡിവോഴ്സ് ആവും. ചിലർ ഡിവോഴ്സ് കൊടുക്കത്തില്ല. അല്ല, ഞാൻ ഒന്നെങ്കിൽ ആണ് ഡിവോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ പെണ്ണ് ഡിവോഴ്സ് കൊടുക്കത്തില്ല. അപ്പൊ സ്വയമായിട്ട് എന്തോ ചെയ്യും? ഈ ആണ് പോകുമ്പോൾ അവർക്ക് സൗഹൃദം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ അവർക്ക് സൗഹൃദം തോന്നി അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. അവിടെ എത്തി നോക്കാൻ പോകുന്ന എന്തിനാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഈ ഒരു കാരണം ഈ ഇങ്ങനെ ഒരു പശ്ചാത്തലം, ഈ ഒരു ലിവിംഗ് ടുഗദർ പശ്ചാത്തലത്തെ
കൃത്യമായി പറ. അല്ല, ലിവിംഗ് ടുഗദർ പശ്ചാത്തലത്തെ അനുകൂലിക്കുന്ന ഒരു യൂറോപ്യൻ രീതിയാണ്. യൂറോപ്പിൽ എന്തോ പ്രശ്നമുണ്ടോ? യൂറോപ്പിൽ പ്രശ്നമില്ല. ആ ഒരു രീതിയാണ് ഇന്ത്യയിലേക്കും കടന്നു വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കടന്നു വരേണ്ടത് സ്വാഗതം ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തി നോക്കാൻ പോകരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാനും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനും അവരുടെ പുറകെ നടക്കാനും പോകരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സദാചാരവാദം ചമയണ്ട. അതാണ് കോടതിയും പറഞ്ഞ. അതാണ് കോടതിക്ക് ആവശ്യം പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കും. ഞാനൊരു ഡിവോഴ്സ് ആയ ഒരാളാണ്. ശരിയാണ്, എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഞാൻ നഗരത്തിൽ വന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടപ്പെട്ടു, സംസാരിച്ചു, അത് പിന്നെ എന്നോടൊപ്പം താമസിക്കുന്നു. ആ താമസിക്കുന്നിടത്തേക്ക് എന്തിനാ എത്തി നോക്കാൻ വരുന്നത്? അവിടെയല്ലേ പ്രശ്നം ഉണ്ടായത്? മറ്റുള്ളവന്റെ സ്വകാര്യയിൽ അല്ലാതെ ഇല്ലേ, മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ഇവിടെ പക്ഷേ വ്യക്തികൾ ചെയ്യുന്നത് അലിഞ്ഞു ചേരുകയാണ്. മറ്റുള്ളവന്റെ സ്വകാര്യയിലേക്ക് അലിഞ്ഞു ചേരുകയാണ് പലരും ചെയ്യുന്നത്. അതിന്റെ ഗോസിപ്പുകൾ പുറത്തേക്ക് ഇറക്കുകയാണ് പലരും ചെയ്യുന്നത്. അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് പലരും ചെയ്യുന്നത്. ഇതിനകത്തൊരു ആനന്ദമാണ് കണ്ടെത്തുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് വേറെ യാതൊരുവിധ കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാത്തവരാണ് കേട്ടോ. എന്തെങ്കിലും ജോലിയുള്ളവരിന്റെ പുറകെ പോകും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ചോദിക്കുക, ഒരു ജോലിയും വേലയും കൂലി ഉള്ളവൻ അവൻ ഏതെങ്കിലും ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നിടത്ത് എത്തി നോക്കാൻ പോകും? അതിനെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നടക്കുമോ? ഒരു പണിയില്ലാത്തവന്മാർ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സദാചാരകൾ നമ്മൾ എത്ര കാണുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ലേഡി തന്നെ ഇറങ്ങി തിരിച്ചു അവരുടെ വീടിൻ്റെ അപ്പുറത്തെ കണ്ടൊരു കാറ് കിടക്കുന്നു. ആ കാറിൽ ഒരു ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, പ്രചരിപ്പിക്കണം, ലൈവ് പോകണം. ഇതൊക്കെ ഒരു തരം വൃത്തിയുടെ മാനസികാവസ്ഥയാണെന്ന്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രസീവ് നയങ്ങളിലേക്കാണ് വളരേണ്ടത്. കോടതി ചിന്തിച്ചത് അല്ലെ? കോടതി ചിന്തിച്ച ഒരു സ്ത്രീക്ക് എത്രമാത്രം പുരുഷന്മാരുമായി. അലഹബാദ് ഹൈക്കോടതിയാണ് ഡിവിഷൻ ബെഞ്ചാണ് തീരുമാനം എടുത്തത്. അല്ല, ഒരു ജെ മുനീറും തരുൺ സക്സേന എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് എത്രമാത്രം പുരുഷന്മാരോട് വേണമെങ്കിലും ബന്ധത്തിൽ ഏർപ്പെടാം. ഒരു പുരുഷൻ എത്രമാത്രം എന്നൊക്കെ പറയുന്നൊന്നുമില്ല. അവർക്ക് ഒരു ഇഷ്ടം തോന്നുന്ന സമയത്ത് എത്രമാത്രം ഒന്നും പറയാൻ പറ്റില്ല. ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ ബന്ധപ്പെടാം. അപ്പോ ഇഷ്ടം തോന്നാത്ത വേളയിലെല്ലാം ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ അവരുടെ തീരുമാനങ്ങളില്ലേ ഇതൊക്കെ. നിയമത്തിന്റെ പരിരക്ഷയുമായി ഒരു വിവാഹം ഇതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും ഇതെല്ലാം ആവാം. ഇവിടെ ലോകത്ത് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരേ ഒരു ജീവിയുള്ളത് മനുഷ്യനാ. ഉണ്ടോ? അത് അങ്ങനെ തന്നെയല്ലേ? മൃഗങ്ങൾക്കാവാം, പക്ഷികൾക്കാവാം. എന്നാ ചോദിക്കും, പെൺകുനികൾ ഒരാളെ പ്രണയിക്കുന്നുള്ളൂ, വേഴാമ്പൽ ഒന്നിനെ പ്രണയിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന പിന്നെ ധാർമ്മികവാദികളും ഉണ്ട്. ഞാൻ വിവാഹത്തിന് ഇപ്പൊ കുടുംബത്തിന് ഒരു കുടുംബവും കെട്ടുറപ്പും ഒക്കെ അത് നോക്കേണ്ടവർ കൃത്യമായി നോക്കും. ഇത് ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല, ഒരാൾ തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക്. ഞാൻ പുതിയ തലമുറയിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 80% ഡിവോഴ്സിലേക്ക് തീരുന്നു. ലിവിംഗ് ടുഗദറിൽ പ്രശ്നങ്ങളില്ലേ? ലിവിംഗ് ടുഗദറിൽ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ കുറെ പേരെ എനിക്കറിയാം. അവര് പോകുന്നു, ജീവിക്കുന്നു, അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേരും രണ്ടുപേരെ കാര്യം നോക്കി നടക്കുന്നു. അവർ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജോയിന്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇല്ല, പലരും കുട്ടി ഉണ്ടാകുന്ന വേളയിലാണ് പ്രശ്നം. പലരും എന്ന് പറഞ്ഞാൽ ഉദാഹരണ സഹിതം എടുത്തു കാണിക്കാൻ ഇവിടെ വിഷയങ്ങളുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു വേളയിലാണ് അത് എന്റെ കുട്ടിയല്ല, എന്റെ കുട്ടിയെ ഞാൻ അതിനൊക്കെ ടെസ്റ്റുകളുണ്ടല്ലോ, DNA അവർക്ക് അപ്പൊ കോടതികളുണ്ടല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങൾ പോട്ടെ, അതൊക്കെ കോടതികൾ പരിഗണിക്കട്ടെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് കോടതി നിൽക്കട്ടെ. കാരണം ലിവിംഗ് ടുഗദർ ആണല്ലോ. അപ്പൊ കോടതിക്ക് വേറെ ചോദ്യങ്ങളോടെ ചോദിക്കാം. നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരുമിച്ച് താമസിച്ചാണോ? ഒരുമിച്ച് താമസിച്ചു. കുട്ടികളെ അത് നിങ്ങളുടെ ആണെന്ന്, ഇയാളുടെ ആണെന്ന്, അല്ല ഇദ്ദേഹത്തിന്റെ അല്ല എന്റെ ആണ് എന്ന് പറഞ്ഞല്ലേ അവിടെ തർക്കം നടക്കുന്നത്. അതിനവിടെ ടെസ്റ്റുകൾ നടക്കത്തില്ലേ? ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരികയല്ലേ? അതല്ല, പ്രത്യേകിച്ച് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഈസി മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴില്ല, ഞാൻ പറയുന്നതല്ല. അപ്പൊ അത് വിവാഹത്തിന്റെ പോലെ തന്നെ ആ ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കില്ല എപ്പോഴും. അല്ല, അത് തന്നെ അവരായിക്കോ. ഞാൻ പറഞ്ഞ അവരങ്ങനെ ചെയ്യുന്നു കിടക്കില്ല. അല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് പ്രോബ്ലം സോൾവ് ആകുന്നില്ലല്ലോ. അവിടെ സോൾവ് ആവത്തില്ല. അത് കോടതി പോകും. അങ്ങനെയുള്ള വിഷയങ്ങൾ കോടതി പോകും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമല്ല. വിവാഹമാണെന്നുണ്ടെങ്കിലും ലിവിംഗ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് വാദിക്കാനായിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ടേ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. കോടതി തീരുമാനമെടുത്തത് പൗരന്റെ അവകാശങ്ങളെയാണ്, സമൂഹത്തിന്റെ ധാർമ്മികത നോക്കിയിട്ടല്ല ചെയ്തത്. അപ്പോൾ ഈ സാമൂഹിക ധാർമ്മികത എന്ന് പറയുന്നത് സദാചാരം, സമൂഹത്തിന്റെ അധാർമികമായിട്ടുള്ള ഇത്തരം വിധികൾ അങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇതൊക്കെ മാത്രമാണ് നടക്കുന്നത്. എന്തെല്ലാം അധാർമികത, ഇത്തരം വിധികൾ എന്തൊക്കെ അധാർമികത നടക്കുന്നത്, അതിനൊക്കെ നടപടികൾ എടുക്കാത്ത ഇത്തരം വിധികളെ യുവത്വത്തെ വഴിതെറ്റിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഏത് യുവത്വത്തെ ഇവിടെ വഴിതെറ്റി? ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്? അവരുടെ തൊഴിലില്ലായ്മയെ കുറിച്ച് വല്ല അറിയോ? അല്ല, അവരെല്ലാം ലിവിംഗ് ടുഗദർ ആണോ? എത്രയോ പേര് ലിവിംഗ് ടുഗദർ ആയിട്ട് പോകുന്ന പിള്ളേർ.
അല്ലേ ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല, ഇങ്ങനെ ഈ അധാർമിക മാർഗത്തിലൂടെ ഏർപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ സമ്പാദിക്കാനൊന്നും കഴിയാതെ പോകുന്നത്. എന്ത് അധാർമിക മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ അധാർമിക ഒരു മാർഗത്തിലൂടെ സ്ത്രീയുടെ കൂടെ അവർ താമസിക്കുന്നത് അധാർമികതയാണെന്നാണോ പറയുന്നത്? ഒരു സ്ത്രീയുടെ കൂടെ അങ്ങനെ താമസിക്കുമ്പോൾ തങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ അത് അനുകൂലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ ചുറ്റുപാട്? അല്ലെങ്കിൽ അതാ ഞാൻ അവരുടെ കുടുംബ- അവരുടെ അതപ്പോ ഈ കുടുംബ- അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരുടെ ഈ വന്നിരിക്കുന്ന ആണിനും പെണ്ണിനും അവകാശമൊന്നുമില്ല. ആ അവരുടെ- ചുറ്റുമുള്ളവരിക്കുന്നവരുടെ രീതി നോക്കിയിട്ട് വേണം ഇവർക്ക് അല്ല, ജീവിക്കാൻ. രണ്ട് അത് ഏത് നിലപാടാണ്? രണ്ട് കൂട്ടരുടെയും ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് രണ്ട് കൂട്ടരുടെയും കുടുംബങ്ങൾ ഇതിന് അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? എല്ലാ ഈ കുടുംബത്തിലേക്ക് അല്ല, അങ്ങനെ- എല്ലാരും ഈ കുടുംബത്തിന്റെ പേര് ഞാൻ അല്ല, ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് അടക്കുമ്പോ എങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം, ഡിവോഴ്സ് അടക്കുമ്പോ എങ്ങനെ? അത് കുടുംബത്തിന്റെ ഒരു സംരക്ഷണം. എന്തോ സംരക്ഷണോ? ഈ രണ്ടുപേരോട് അറിഞ്ഞോണ്ടല്ലേ കെട്ടിച്ചു വിട്ടത്? അതെ. അന്നേരം അവിടെ ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലയോ? ഉണ്ട്. അല്ല, ആ ഡിസ്പ്യൂട്ട് ഇവിടെ നടക്കുന്നുള്ളൂ. അതാ ഞാൻ അപ്പൊ ഇവിടെ കുടുംബം അവിടെ തന്നെ ഉള്ളൂ, അവർ തന്നെ തീർക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ കുടുംബക്കാരോട് കിടന്ന് അടിക്കുന്നു, അവരെ കുടുംബമൊന്നുമില്ല, അവർ ഞങ്ങളിലൊക്കെ തീർക്കുന്നു. ഇടയ്ക്ക് ആരും വരാനില്ല. കാരണം അവരെടുത്ത തീരുമാനം അവരായിട്ട് തന്നെ തീരുമാനം മാറ്റുന്നു. കുടുംബത്തിന്റെ സംരക്ഷണം വേണ്ട. വേണ്ട, അവർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒരു ലിവിംഗ് ടുഗദർ ആയത്. അപ്പൊ കുടുംബത്തിന്റെ സംരക്ഷണം വേണ്ടാതെ കഴിയാനായിട്ടുള്ള സമ്പത്ത് ഇവരുടെ ഉണ്ടാവും. അത് നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നേ? ഇതിനുള്ള ഞാൻ ചോദിക്കുന്നില്ല, ഇതിനുള്ള സമ്പത്തില്ലാത്തവരാണോ? ഞാൻ ചോദിക്കുന്നത് അവരെന്തെങ്കിലും അവര് ജോലി ചെയ്യുന്നു, അവര് ജീവിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ അവരെ കൂടെ കൊണ്ടിരുത്തി, അത് ആ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നിൽക്കുന്നു. അവരുടെ സമ്പാദ്യം നോക്കേണ്ട ചുമതല നിങ്ങൾക്ക് ആര് തന്നു? ഞാൻ പറയട്ടെ, ഭൂരിപക്ഷം വരുന്ന ഈ ലിവിംഗ് ടുഗദർ കുട്ടി ഈ പറയുന്ന കപ്പിൾസിനും ഈ പറയുന്ന പോലെ കുടുംബത്തിൽ ഇതൊക്കെ അത് ആരുടെ കണക്കാണത്? അല്ല, കുടുംബത്തിൽ നിന്ന് വിലക്കുകളുണ്ട്. കുടുംബത്തിൽ നിന്ന് വിലക്കുകൾ ഉള്ളത് മാത്രമല്ല, ഈ കൂട്ടർക്ക് തന്നെ ജീവിക്കാനായിട്ടുള്ള സമ്പത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആര് പറഞ്ഞു? ഇല്ല, ഭൂരിപക്ഷം പറഞ്ഞില്ല. ഏത് കണക്കാ പറ? പല പബ്ലിക് എവിടെ എത്ര കേസുകളുണ്ട്? പബ്ലിക് ഹെൽത്തുകളുടെ സർവേകളുണ്ട്. എത്ര സർവേകൾ, എത്ര കേസുകൾ നിൽക്കുന്നുണ്ട് കേരളത്തിൽ? ഒരുപാട് കേസുകളുണ്ട്. ഒറ്റ കേസില്ല, പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുന്ന എടുത്തു പറയാൻ അവർക്ക് സമ്പത്ത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, ഒരു കോടതി അവരെല്ലാം കോടതി ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം കടുത്ത സമ്പന്നരാണോ ഈ ലിവിംഗ് ടുഗദർ കപ്പിൾസ് അല്ല? ഈ സമ്പന്നത വേണം, ഇതൊക്കെ എന്ത് തീരുമാനമാണ്? അല്ല, ഞാൻ ഈ സമ്പന്നത വേണം തീരുമാനം. ജീവിതം എങ്ങനെ മുന്നോട്ട് സമ്പന്നത നിങ്ങൾ അത് തീരുമാനിക്കും. അവർക്ക് ജീവിക്കാൻ, അവർക്ക് ആഹാരം കഴിക്കാൻ കിട്ടുന്നുണ്ട്, അവർക്ക് കുളിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ ഷെൽട്ടർ ഉണ്ട്. പിന്നെ അവർക്ക് എന്തോ ആവശ്യം? പിന്നെ എന്തോ നിങ്ങൾ ഈ പറയുന്ന സമ്പന്നത എന്തോ പറയുന്നത്? എന്ത് സമ്പന്നതയെ പറയുന്നത്? ഇത് മാത്രം കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്ത് സമ്പന്നതയെ പറയുന്നത് നിങ്ങൾ? ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങൾക്ക് ഒരു ആവശ്യം കാണും, നിങ്ങൾക്ക് സമ്പന്നത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് കാണും. അവർക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊടുക്കൂ. അവർക്ക് വേണ്ട. സമ്പന്നത ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഭൂരിപക്ഷത്തെ മാത്രം. ഭൂരിപക്ഷം യുവാക്കളും യുവതികളും സമ്പന്നത. അയ്യോ, അതങ്ങനെ പറയും. നിങ്ങൾ ഭൂരിപക്ഷത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. ഈ ഭൂരിപക്ഷത്തെ മാത്രം നോക്കി നിങ്ങൾ സംസാരിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് ആര് പറഞ്ഞു? അപ്പൊ ന്യൂനപക്ഷത്തിന് വിലയില്ലയോ? ന്യൂനപക്ഷത്തിന് വിലയില്ലയോ? എല്ലായിടത്തും കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. ഞാൻ അങ്ങനെ അപ്പൊ ന്യൂനപക്ഷം വേണ്ടേ? ഞാൻ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭരണഘടനയുണ്ട്, അവിടെ ന്യൂനപക്ഷത്തിന്റെ കാര്യം നോക്കേണ്ട. ഭൂരിപക്ഷം മാത്രം പറഞ്ഞ കേൾക്കണമെങ്കിൽ സൗകര്യമില്ലെന്ന് പറയും. സൗകര്യമില്ലെന്ന് പറയും. ജനാധിപത്യത്തിലെ ഇലക്ഷൻ പോലും എന്ത് പറഞ്ഞാലും ശരി, ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന സൗകര്യമില്ലെന്ന് ന്യൂനപക്ഷം പറയും. നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയും. ഇത് കോടതി അത് തന്നെ പറഞ്ഞത്. ന്യൂനപക്ഷമാണെന്ന് അംഗീകരിക്കുന്നു. ഈ ഒരു പ്രക്രിയ ന്യൂനപക്ഷം മാത്രമാണ്. അത് ന്യൂനപക്ഷം മാത്രമാണ്, അത് ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷത്തിന്റെ ശൈലി ജീവിച്ചോട്ടെ. അതേ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.